മറിയ ഉമ്മന് പക്ഷേ ഒരു താല്പര്യമുണ്ട് എന്ന തോന്നലാണ് പൊതുവിൽ ഈ വാർത്തയെല്ലാം കാണുമ്പോൾ തോന്നുക. യഥാർത്ഥത്തിൽ അച്ചു ഉമ്മനാണ് കൂടുതൽ രാഷ്ട്രീയ ഹർഷത പറഞ്ഞു. ഞങ്ങൾ MG സർവകലാശാലയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പാണോ അല്ലെങ്കിൽ ഒരു സെനറ്റ് സിൻഡിക്കേറ്റ് അങ്ങനെ എന്തോ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ സർവകലാശാല ക്യാമ്പസിലുള്ള സമയത്ത് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന KSUക്കാരിയായിരുന്നു അച്ചു ഉമ്മൻ. ഒന്ന് ഈ MG സർവകലാശാല അക്കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഈ അദ്ദേഹത്തിൻ്റെ പക്ഷക്കാരായ കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ അവിടെ അങ്ങേയറ്റം സജീവമായിട്ട്, അതായത് നമ്മളൊരു UDF നേതാക്കളുടെ മക്കൾ സാധാരണഗതിയിൽ അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ സജീവമായിരിക്കില്ലല്ലോ. അവർ വല്ല പഠനമൊക്കെ നോക്കിയിട്ടങ്ങ് പോവുക. കോൺഗ്രസ് CPM-കാരെ പോലെ കഴിഞ്ഞിട്ടാണ് വരിക. അവരിതെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ വരിക. നോർമലി അവർ പഠനമെല്ലാം കഴിഞ്ഞ് വല്ല സിവിൽ സർവീസൊക്കെ എടുത്ത് അങ്ങനെയാണല്ലോ. പക്ഷേ അച്ചു ഉമ്മൻ അക്കാലത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവാണ്. അന്ന് എൻ്റെ ഓർമ്മ അങ്ങനെ ആ കാര്യം ഓർമ്മിക്കാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഏതാണ്ടൊരു വയലൻസിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു. SFIക്കാരും KSCക്കാരും മുഖാമുഖം നിന്നിട്ട് നല്ല പോലീസിൻ്റെ സാന്നിധ്യമൊക്കെ ഉള്ളൊരു തെരഞ്ഞെടുപ്പിൽ അച്ചു ഉമ്മൻ വളരെ ഷാർപ്പായിട്ട് അവിടെ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ സജീവമായിട്ട് എപ്പോൾ വേണമെങ്കിലും മത്സരിക്കാവുന്ന രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ളവരാണ്. അന്ന് ചാണ്ടി ഉമ്മനേക്കാൾ കൂടുതൽ പരിചയം എനിക്ക് തോന്നുന്നു അവിടുത്തെ KSUകാർക്കെങ്കിലും അച്ചു ഉമ്മനായിരുന്നു, അല്ലേ? അങ്ങനെയായിരുന്നു. പക്ഷെ അവരെന്തായാലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചാണ്ടി ഉമ്മനെല്ലാം ബ്ലോക്ക് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ വരാവൂ, അതായത് ഒരാളല്ല, ഏതെങ്കിലും ഒരാളെന്നല്ല, പെൺമക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സത്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തൊരു പുണ്യവാൻ്റെ പദവിയിലേക്ക് ഉയർന്ന ആളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ആ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മറിയം ഉമ്മൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ മറിയം ഉമ്മൻ പക്ഷേ ഏതോ വിധത്തിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഒരുപക്ഷെ വരും ദിവസങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണുമായിരിക്കും. പക്ഷേ ചാണ്ടി ഉമ്മൻ ഇക്കാര്യം ആദ്യം തന്നെ വന്ന് പറയുന്നതും അതുകൊണ്ടായിരിക്കും. പിന്നെ കോൺഗ്രസിനകത്തും ആരൊക്കെയോ ഈ കാര്യങ്ങളൊന്ന് അവർ വന്നാൽ നന്നായിരിക്കും എന്ന തോന്നൽ. മറിയം ഉമ്മൻ പക്ഷേ ഇപ്പോൾ ചില രാഷ്ട്രീയ പ്രസ്താവനകളൊക്കെ നടത്തി ആ നിലക്ക് അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ സത്യത്തിൽ ഇവർ ചാണ്ടി ഉമ്മനെ വെച്ച് അത്തരം സീറ്റുകളിലേക്കൊക്കെ കുറേ കൂടെ ചെറുപ്പക്കാരായിട്ടുള്ള മറ്റ് നേതാക്കളെ കൊണ്ടുവരുന്നതാണ് നല്ലത്. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ചെറുപ്പം ജനിച്ച കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടു വളർന്നിരിക്കുന്ന അവർക്ക് വേണമെങ്കിൽ ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് ഇറങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തോ സാഹചര്യത്തിൽ ഏറ്റവും കൂടിയ ആയുധം വെച്ച് തന്നെ ചാണ്ടി ഉമ്മൻ അത് തടയുകയാണ്. കാരണം എന്താണ് ആ ആയുധം? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അത് പുണ്യവാളൻ്റെ വർത്തമാനമാണ്. അതായത് അദ്ദേഹം ഒരു അത്രമേൽ വലിയൊരു സമാനമായിട്ടുള്ള ഒരു വിശുദ്ധ സമാനമായിട്ടുള്ള ഒരാളുടെ വാക്ക് അദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്ക് എന്നതാണ്. പിന്നെ അവിടെ അതിനപ്പുറത്തേക്ക് വർത്തമാനമില്ല. കോൺഗ്രസിനും പറ്റില്ല, ആ കുടുംബത്തിനകത്തും പറ്റില്ല, കേരള രാഷ്ട്രീയത്തിൽ പൊതുവിൽ തന്നെയും ഇങ്ങനെയുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അതൊരു വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവർ വരാൻ സാധ്യതയില്ല.